dear students, welcome back to EasyPod. So നമ്മുടെ +1 മക്കൾ പലരും സയൻസ് എടുക്കുകയാണെന്ന് കേട്ടപ്പോൾ തന്നെ അതിൻ്റെ കൂടെ കേട്ടുള്ള ഒരു എക്സാം ആയിരിക്കും, എൻട്രൻസ് എക്സാം ആയിരിക്കും നമ്മുടെ നീറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ടാവും എന്താണ് ഈ നീറ്റ് എക്സാമിൽ, എന്താണ് ഈ എൻട്രൻസ് എക്സാം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോയിലേക്ക് പോയാണെങ്കിൽ വാട്ട് ഈസ് നീറ്റ് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നാണ്. അഥവാ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടർ പ്രൊഫഷനിലേക്ക്, അതായത് നമ്മുടെ MBBS ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, BHMS ആയിക്കോട്ടെ, അങ്ങനെ ഏത് മെഡിക്കൽ പ്രൊഫഷനിലേക്ക് പോവുകയാണെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ട എക്സാമാണ് നീറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു നാഷണൽ വൈഡായിട്ട് ഒരൊറ്റ ദിവസം ഓൾ ഇന്ത്യ ലെവലിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു എക്സാം എന്ന് മാത്രമല്ല, ഇത് NTA ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തിട്ട് അന്ന് നടത്തുന്ന എക്സാമാണ് ആക്ച്വലി നീറ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് എങ്ങനെയാണ് അപ്പം നമ്മൾ പറഞ്ഞു നീറ്റ് എഴുതിയാൽ ഇനി എന്താണ് എന്ന് കിട്ടുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പലരുടെയും സംശയം എന്ന് പറയുന്നത്. നീറ്റ് എഴുതിയാൽ നമുക്ക് MBBS ഡോക്ടർ ആവുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും അവരുടെ ഒരു ലൈഫ് ജേണി എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മളെ +1 മക്കൾ അടുത്ത 2027-ഉം 2028-ലായിരിക്കും നിങ്ങൾ നീറ്റ് എക്സാം എഴുതുന്നുണ്ടാവും ആദ്യമായിട്ട്. അപ്പോൾ ആ നീറ്റ് എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4.5 വർഷം നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ എയിംസ്, ജിപ്മർ ഒക്കെ പോലെയുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് അവിടെ അക്കാഡമിക്സ് ഉണ്ടാവും. 4 വർഷത്തെ അക്കാഡമിക്സിന് ശേഷം പിന്നെ നിങ്ങൾക്ക് 1 വർഷത്തെ ഇന്റേൺഷിപ്പ് അഥവാ ഹൗസ് സർജൻസി ഉണ്ടാവും. ഹൗസ് സർജൻസിക്കും ശേഷം നിങ്ങൾക്ക് ആ ഒരു ടൈറ്റിൽ അഥവാ ഡോക്ടർ പ്ലസ് നിങ്ങളുടെ പേരെന്താണോ ആ പേരും കൂടെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്നതായിരിക്കും. ദെൻ വൈ എയിം ഫോർ MBBS എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് പലരും മെഡിക്കൽ കോളേജുകളിലേക്ക് എത്താൻ സ്വപ്നം കാണണമെന്ന് ചോദിച്ചാൽ ഒന്നാമത്തതായിട്ട് തന്നെ പറയാനുള്ളത് സോഷ്യൽ റെസ്പെക്റ്റ് ആണ്. അതായത് ഏതൊരാൾക്കും നമ്മൾ ഡോക്ടറാണ് എന്നറിഞ്ഞാൽ ആ ഒരു നമ്മുടെ സൊസൈറ്റിയിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള ആ ഒരു നോബൽ പ്രൊഫഷൻ അഥവാ ദൈവത്തിൻ്റെ കരസ്പർശമേറ്റ ഒരാൾ എന്നുള്ള രീതിയിൽ പല ജീവനുകളും രക്ഷിക്കാൻ സാധ്യതയുള്ള ഒരാൾ എന്ന രീതിയിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സോഷ്യൽ റെസ്പെക്റ്റ് ആണ് ആക്ച്വലി പല ഡോക്ടർമാർക്കും കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ജോബ് സെക്യൂരിറ്റി ആണ്. എല്ലാ കാലത്തും മനുഷ്യരുള്ളിടത്തോളം കാലം മനുഷ്യർക്ക് രോഗങ്ങൾ ഉണ്ടാവും. സോ ആ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും രോഗമുണ്ടെങ്കിൽ രോഗിയെ ചികിത്സിക്കാൻ ഡോക്ടർ വേണ്ട വരും. അപ്പോൾ എപ്പോഴും ഡോക്ടറുടെ സാധ്യതകൾ എന്ന് പറയുന്നത് ഒരിക്കലും മങ്ങുന്നില്ല. ദെൻ ട്രൂ പർപ്പസ് ആണ്, അതായത് ഡെയിലി സാറ്റിസ്ഫാക്ഷൻ അഥവാ നമുക്ക് ഓരോ രോഗിയെയും രോഗം മാറ്റുമ്പോഴും മറ്റുമൊക്കെ ആയിട്ട് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഡോപ്പമീൻ എന്നൊക്കെ പറയുന്നത്, നമ്മൾ കാരണം ഒരാളുടെ ജീവിതം തിരിച്ച് കരകയറി വരുമ്പോൾ ആ ഒരു സന്തോഷം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഗുഡാണ്. ദെൻ The 3 pillars of NEET. നീറ്റിനും നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 സബ്ജക്ട്സുകളാണ് വരുന്നത്. ഫിസിക്സിൽ 45 ക്വസ്റ്റ്യനുകളും അതോടൊപ്പം തന്നെ കെമിസ്ട്രിയിലും 45 ക്വസ്റ്റ്യൻ. ദെൻ നമ്മുടെ ബയോളജിയിലേക്ക് വരികയാണെങ്കിൽ 90 ക്വസ്റ്റ്യൻ. ബോട്ടണിയും സുവോളജി ഉണ്ടാകും. NCERTയിലെ ഓരോ നുക്കും കോർണേഴ്സും നമുക്ക് അറിഞ്ഞിരിക്കണം NCERTയിലെ. എന്നാൽ മാത്രമേ നമുക്ക് നീറ്റിൽ ഏറ്റവും നല്ല സ്കോറുകൾ നേടി എയിംസ്, ജിപ്മർ ഒക്കെ പോലെയുള്ള ഏറ്റവും പ്രീമിയം ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ദെൻ വൈ സ്റ്റാർട്ട് +1 എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റുകൾ. അപ്പോൾ ആ സബ്ജക്റ്റുകളുടെ പകുതിയിലധികം വരുന്നത് നമ്മുടെ +1 സിലബസ് ആണ്. +1 ടോപ്പിക്സ് ആണ് കൂടുതൽ വരുന്നത്. സോ അപ്പോൾ +1 ടോപ്പിക്സ് കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒന്നാമത്തെ ഡേ, അതായത് നമ്മൾ എന്നാണോ നമ്മൾ +1 സയൻസ് എടുക്കണമെന്നും എന്നാണോ നമ്മൾ നീറ്റ് എക്സാമിന് ആസ്പയർ ചെയ്യണമെന്നും നീറ്റ് ആസ്പിറൻ്റ് ആയി മാറിയിട്ടുള്ളതെന്നും ആ ദിവസം തൊട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതുണ്ട്. ആ +1 ടോപ്പിക്സ് മൊത്തം +1-ലും +2 ടോപ്പിക്കിൽ നമ്മൾ +1 റിവിഷനും +2-ഉം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നീറ്റ് 2028 എഴുതിക്കൊണ്ട് ഏറ്റവും അടിപൊളി മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ദെൻ വാട്ട് ഈസ് DNA ഓഫ് എ നീറ്റ് ആസ്പിറൻ്റ്, അല്ലെങ്കിൽ ഒരു ടോപ്പറിൻ്റെ DNA എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഒന്നാമത്തതായിട്ട് പറയുന്നവരാണ് ഡിസിപ്ലിൻ. എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഓൺ ടൈമിൽ വന്ന് പഠിക്കുന്നു, എല്ലാ ദിവസവും അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും എത്ര തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും വിട്ടുകൊടുക്കാതെ പൊരുതാനും പോരാടാനും തയ്യാറാവുക. എല്ലാ ദിവസവും ഒരുപോലെ 14 മണിക്കൂർ, 15 മണിക്കൂർ, 10 മണിക്കൂറിലധികം ദിവസവും പഠിക്കുക. ഞാൻ ഒരിക്കലും ഒരു ടൈം അല്ല പറയുന്നത്, ആ ഒരു എഫിഷ്യൻസി, ആ ഒരു എഫിഷ്യൻ്റ് ആയിട്ട് എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കുക. ഡെയിലി അത് ഇംപ്രൂവ് ചെയ്യുക. ദെൻ
ടൈം മാസ്റ്ററി, അതായത് ഇഫക്റ്റീവായിട്ട് ടൈം ബാലൻസ് ചെയ്ത് സ്കൂൾ ബോർഡ് എക്സാം, റെഗുലർ ആയിട്ടുള്ള ലാബ് പ്രാക്ടിക്കൽസ് വരും നിങ്ങൾക്ക് +2 എത്തിയാൽ. പിന്നെ പല ട്രെയിനിങ്ങും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് ട്രെയിൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് MCQ പ്രാക്ടീസും സാധനങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി റാങ്കിലേക്ക്, ഏറ്റവും അടിപൊളി രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ദെൻ ബിയോണ്ട് MBBS ശേഷം എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ആവാം. അതായത് നിങ്ങൾക്ക് MS എടുക്കാം, അല്ലെങ്കിൽ MD എടുക്കാം. അതായത് മാസ്റ്റർ ഇൻ സർജറി എടുക്കാം, അല്ലെങ്കിൽ മാസ്റ്റർ ഇൻ ഡോക്ടർ ആയിട്ട് തന്നെയുള്ള മാസ്റ്റർ എടുക്കാം. ദെൻ കാർഡിയോളജിസ്റ്റ് ആവാം, ന്യൂറോളജിസ്റ്റ്, പീഡിയാട്രിഷ്യൻ, അങ്ങനെയൊക്കെ രീതിക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെഡിക്കൽ റിസർച്ച് നടത്താം, അങ്ങനെ റിസർച്ചറായി മാറാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ലീഡർഷിപ്പിലേക്കും പോകാം. ദെൻ എന്തുകൊണ്ട് റിയാലിറ്റി ചെക്ക്, അതായത് നമ്മൾ എത്രത്തോളം ആസ്പിറൻസ് ആണ് എന്ന് നോക്കിയാൽ 22 ലക്ഷത്തിലധികം ആൾക്കാരാണ് ഇന്ന് ഇന്ത്യയിൽ നീറ്റ് എക്സാം എഴുതുന്നത്. സോ അത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്, എക്സ്ട്രീം കോമ്പറ്റീഷൻ ആണ്. ലിമിറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് മെഡിക്കൽ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അത്രയും പ്രിസിഷൻ നമുക്ക് വേണ്ടതുണ്ട്. അതായത് ഓരോ മാർക്കിലും നമുക്ക്, ഓരോ ക്വസ്റ്റ്യനും നമുക്ക് മിസ്റ്റേക്ക് ആയാൽ നമ്മൾ റാങ്ക് അത്രത്തോളം താഴേക്ക് പോകുമെന്നുള്ള അത്രയും ചിന്ത നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അപ്പോൾ ഇമ്മൻസ് ഓരോ ക്വസ്റ്റ്യനും ലക്ഷങ്ങളുടെ വിലയുണ്ട്. ദെൻ കമ്മിറ്റ്മെന്റ്, നമുക്ക് it is not just a high intelligence but the high resilience and dedicated mentorship. നമ്മളെ കൺസിസ്റ്റൻസിയും ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല നീറ്റ് ക്രാക്ക് ചെയ്യുന്നത്, ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടൊരു പ്ലാൻ ഫോളോ ചെയ്ത് ആ രീതിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് ആക്ച്വലി നീറ്റ് ക്രാക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇന്ന് ഡോക്ടർ ആയിട്ടുള്ള എല്ലാവരും എന്ന് പറയുന്നത് വൺസ് എ സ്റ്റുഡൻറ്റ് ഹു റെഫ്യൂസ് ടു ഗിവ് അപ്പ് ഓൺ ഹിസ് ഡ്രീംസ്, അവൻ്റെ സ്വപ്നത്തിന് വേണ്ടി മാറ്റി നിർത്താൻ തയ്യാറായിട്ടില്ലാത്തവരൊക്കെയാണ് ഇന്ന് ഡോക്ടറായിട്ട് മാറിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാൻ ഫോളോ ചെയ്യണം. സോ നിങ്ങൾക്ക് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള മെന്റർഷിപ്പ് വേണം, ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള MCQ പ്രാക്ടീസിങ്ങും ഗൈഡൻസും സാധനങ്ങളും ഒക്കെ വേണം. സോ അതിന് നിങ്ങൾക്ക് ഏറ്റവും ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എജുപോർട്ടിൻ്റെ +1 നീറ്റ് അല്ലെങ്കിൽ JEE ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ജോയിൻ ചെയ്യാനുള്ള ഫോം ഞാൻ എന്തായാലും ഫസ്റ്റ് കമൻറ്റിൽ ഇടാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ ദിവസവും നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാനും സാധനങ്ങളും ഒക്കെ ഫോളോ ചെയ്യുന്നതായിരിക്കും. സോ അത് അടിപൊളിയായിട്ട് അങ്ങനെ പഠിച്ച് മുമ്പോട്ട് പോയി അടുത്ത വർഷത്തിൻ്റെ ശേഷമുള്ള, അതായത് 2028 നീറ്റ് എഴുതി നിങ്ങൾ ഓരോരുത്തരും ഒരു ഡോക്ടറായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.